പൊളിറ്റിക്കൽ പൊസിഷൻ നമ്മുടെ 5 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ കന്നുകാലിയുടെ സെൻസസ് അത്ര എന്തെന്ന് നമ്മൾ അറിയില്ല കാര്യം. അപ്പോൾ അതിനുള്ള സെൻസസ് ആണ് വീണ്ടും തുടങ്ങുന്നത്. 1 മാസം കൊണ്ട് തീർന്നു. എന്യൂമറേറ്റേഴ്സിനുള്ള തീരുമാനിച്ചു. അതിന്റെ തുടക്കമാണ് ഇവിടെ. 2 പെണ്ണ് പ്രായം കോഴികൾ വേറെ വെറൈറ്റി അത് 2 വലിയ വാർത്തയുണ്ട്. ഇനി 4 യന്ത്രങ്ങളുണ്ട്. യന്ത്രങ്ങളൊന്നുമില്ല. ഈ വെള്ളം നിറയ്ക്കുന്ന മാത്രം മെക്കാനിക്കലായിട്ടുള്ള അത് വേറെ യന്ത്രമൊന്നുമില്ല. 7.82 കോടി രൂപയാണ് ഇതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് 100% സാമ്പത്തിക സഹായം തന്നിട്ടുള്ളത്. വിളിച്ചാൽ വിളിക്കും. ഇതിനൊക്കെ സൗകര്യമുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല 2 കെട്ടി ഒരു ഇപ്പൊ നോക്കുക എഴുത്തിലൊരു ശകലം പോലും നാറ്റില്ല. പഴയ ഇത്രയൊക്കെ ആണെങ്കിൽ നാട്ടില്ല, ശകലം പോലും നാറ്റില്ല. ഭയങ്കര ഡിസ്പ്യൂട്ടിന്റെ ഇഷ്യൂ ആണ്. ഒരു ഡിസ്പ്യൂട്ട് ഇല്ലാതെ പ്രോബ്ലം കമ്മൽ ഞാൻ വേണം നിങ്ങൾക്ക് എന്ത് വേണ്ട എമൗണ്ട് തരാം. എന്താ എനിക്ക് അതിന്റെ കാലത്ത് പാട്ട പേടിച്ചു നന്ദിക്കുട്ടി വാ അയ്യോ ഒന്നും വേണ്ട. ഞാൻ രൂപ വേണമെങ്കിൽ 10,000 രൂപ. നന്ദിക്കുട്ടിയേ പോലെ ഇത് നന്ദിനിക്കുട്ടി. നന്ദിക്കുട്ടി ശബ്ദം നന്ദിക്കുട്ടിയെ വിളിച്ചായിരുന്നു. നന്ദിക്കുട്ടിയേ നന്ദിക്കുട്ടി വേണം ബാ നീ ബാ. തീറ്റ തരും ഞങ്ങള്. കാലിത്തീറ്റ തരും. $17 ലിറ്റർ പാലുണ്ട്. നമ്പർ എഴുതി തന്നേക്കാം. ചായ പണ്ട് ഞങ്ങൾ ഈ ഗോദാവരി പശു ഒരുപാട് ചാണകം കൊണ്ട് നമുക്ക് ഉപകാരം ദേവനെ പായസം പണ്ട് നിലത്തൊക്കെ നല്ലല്ലേ കിടക്കുക. ഒരു ഇതുണ്ടല്ലോ ഇപ്പൊ ഒരു പൂച്ച ഒന്നും ഉണ്ടാവില്ല. കേരളത്തിലെ 19ാമത് കന്നുകാലി സെൻസസ് ആണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പെയാണ് 2007 ഈ കഴിഞ്ഞ സെൻസസ്
നടത്തിയത്. അതിനുശേഷം 5 വർഷത്തിന് ശേഷമാണ് പുതുതായിട്ടുള്ള സെൻസസ് നടക്കുന്നത്. ഏകദേശം 14,000-ഓളം എന്യൂമറേറ്റർമാർ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഇന്നു മുതൽ ആരംഭിക്കുന്ന സെൻസസ് ഒരു മാസം കൊണ്ട് പൂർത്തീകരിച്ച് കേരളത്തിൽ എത്ര പശുക്കൾ, ആടുകൾ, കോഴികൾ തുടങ്ങിയ കന്നുകാലികൾ ഉണ്ട് എന്നും മറ്റ് വളർത്തുമൃഗങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചുള്ള സെൻസസ് എടുക്കുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക്, ക്ഷീര കർഷകർക്ക്, അതുപോലെ തന്നെ കോഴി കർഷകർക്കൊക്കെ തന്നെ എത്രമാത്രം സഹായങ്ങൾ നൽകാനും അതോടൊപ്പം തന്നെ അവരുടെ ഇൻഷുറൻസ് പരിരക്ഷ, ഈ കന്നുകാലിയുടെ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സെൻസസ് നടന്നിരിക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമാണ് എന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന കന്നുകാലി വളർത്തലും അതുപോലെ തന്നെ മറ്റ് പാല് ഉൽപ്പാദനവും ഒക്കെ തന്നെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമം കൂടിയായിട്ടാണിത്. ഇത് പരമാവധി ഭക്ഷ്യസുരക്ഷാ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടും എന്നതുകൊണ്ടാണ് ഈ സംരംഭത്തിന് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നത്. ഇത് കേരളത്തിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസകരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.